കുംഭമേളയെ സംബന്ധിച്ച്, അതായത് കുംഭമേളയിൽ ചില അട്ടിമറി ശ്രമങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ള സംശയം പോലീസിന് ഇങ്ങനെ ബലപ്പെട്ട് വരികയാണ്. പല ഫോൺ നമ്പറുകളും, അതായത് അന്ന് ഇത്രയും ജനങ്ങൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരാൾ മറിഞ്ഞു വീണാൽ പോലും അപകടമുണ്ടാകുന്ന ഒരു സ്ഥലത്ത് അന്ന് മനഃപൂർവ്വം അവിടെ ഒരു ഒരു അട്ടിമറി ശ്രമം നടത്തിയതാണോ എന്നുള്ളതാണ് സംശയം. ഈ 16,000-ഓളം മൊബൈൽ ഫോണുകൾ പോലീസ് പരിശോധിച്ചതിൽ നിന്നും പല മൊബൈൽ ഫോണുകളും സ്വിച്ച്ഡ് ഓഫ് ആണെന്നും അത് വ്യാജ ID-കളിൽ നിന്നാണ് അത്തരം നമ്പറുകൾ എടുത്തതെന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ യോഗി തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം വാർ റൂമിൽ രാവിലെ 3 മണി മുതൽ അദ്ദേഹം ഇരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കർശനമായ നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ യോഗി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും യോഗിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയുന്ന ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ, വലിയ അഭിമാന പ്രശ്നമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതൊരു ഭരണാധികാരിയുടെയും സമയത്തുണ്ടാകാവുന്ന ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്നാണല്ലോ. കാരണം 144 വർഷത്തിൽ ഒരിക്കലും നടക്കുന്ന സംഭവമാണ് ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ. ഇത് കോടിക്കണക്കിന് ആളുകൾ സംഗമിക്കുന്ന ഒരു തീരം ഉണ്ടാകത്തില്ല. ഒരു ഭരണാധികാരിക്കും അത് സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ അവസരം കിട്ടത്തില്ല. അതൊരു അവസരം കൂടിയാണല്ലോ അത് ഭംഗിയായി മാനേജ് ചെയ്യുന്നതിൻ്റെ. അതത്ര എല്ലാ കുറ്റമറ്റ ഏർപ്പാടുകളോടുകൂടി തന്നെയാണ് അദ്ദേഹം ഇത് ചെയ്തു പോകുന്നത്. പിന്നെ കഴിഞ്ഞ തവണ ഉണ്ടായ അപകടമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ ഒരു ശ്രമം ഉണ്ടായിരിക്കണം. കാരണം അതിനെന്നുണ്ടെങ്കിൽ എത്ര കുറ്റമറ്റ രീതിയിലാണ് അവിടെ നമ്മളിവിടെ കുംഭമേളയ്ക്ക് പോയി പങ്കെടുത്തിട്ട് തിരിച്ചു വന്ന കുറേ പേരെങ്കിലും ഞാൻ കണ്ടിരുന്നു, ഏറെ ആൾക്കാരെ കണ്ടിരുന്നു. ഇവരൊക്കെ അവർ വളരെ 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 ഈ അവിടുത്തെ ഒരു കൃത്യമായ ഒരു ഏർപ്പാടുകൾ കണ്ടിട്ട്, അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ കണ്ടിട്ട്, അത്ര സൂക്ഷ്മതയോടുകൂടിയുള്ള ഏർപ്പാടുകൾ കണ്ടിട്ട് അതിൻ്റെ ആ മികവ് കണ്ടിട്ട്, സംഘാടക മികവെന്ന് പറയുന്നത്, ഇത്ര ഒരു സംഘാടക മികവോടുകൂടി ഒരു സംഭവം ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. പിന്നെ ഈ ക്ഷീരമുള്ളവർ അകിടും ചുവട്ടിലും ചോര തന്നെ കൗതുകം എന്ന് പറഞ്ഞ പോലെ ചിലരെ കുംഭമേളയ്ക്ക് തന്നെ കുഴപ്പം, അവിടെ വരുന്ന ആൾക്കാരുടെ വേഷവിധാനങ്ങൾ, ചില സന്യാസിമാർ അങ്ങനെ പോകുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നത് കാണുമ്പോൾ നമുക്ക് ഇവരോട് സഹതപിക്കാനേ നിവൃത്തിയുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം ഒരു വൈവിധ്യം അതാണ് ഏറ്റവും ഈ കുംഭമേളയുടെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഒരു വൈവിധ്യമാണെന്നുള്ളത്. കാരണം എല്ലാ ചിന്താഗതിക്കാരും ഏത് ചിന്താഗതി ഇത് എല്ലാ ധാരകളെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചയാണിത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ അതിനകത്ത് ഈ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്ന കുറേ പേരുണ്ട്. അത് അവരെ നമുക്ക് വെറുതെ വിട്ടേക്കുക, അതേ നിവൃത്തിയുള്ള അതിന് സഹതപിക്കുക, നിവൃത്തിയുള്ളൂ. പക്ഷേ യോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയിപ്പിച്ചേ മതിയാവും. അതുകൊണ്ടാണ് ഇന്നാണ് വസന്ത പഞ്ചമി, 3ാം സ്നാന ദിവസമായിരുന്നു. ഇങ്ങനെ ഘട്ടം ഘട്ടമായ കുറച്ച് പ്രത്യേക ദിവസങ്ങളിൽ നടക്കുന്ന സ്നാനങ്ങളാണ് കുംഭമേളയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രധാന കാരണം. ആ സമയത്ത് ഈ സമയങ്ങളിൽ മുങ്ങുമ്പോൾ അല്ലെങ്കിൽ മുങ്ങിനി വരുമ്പോൾ ലഭിക്കുന്ന ഒരു പുണ്യമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമായിട്ട് അവർ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് വസന്ത പഞ്ചമി ദിനമായിരുന്നു ഇന്ന്. വസന്ത പഞ്ചമി 70 ലക്ഷത്തോളം ആളുകൾ ഇന്ന് പുലർച്ചെ ഈ പ്രയാഗ്രാജിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 70 ലക്ഷത്തോളം ആളുകൾ, 70 ലക്ഷം. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞതാണെന്ന് കുംഭമേളയെ പ്രശ്നം. നമ്മളിവിടെ മകരവിളക്ക്, ശബരിമല മകരവിളക്കിൽ ദിവസം 2 ലക്ഷത്തിലധികം ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്, ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു അവസരം എന്ന് പറയുന്നത്. അതാണ് ഞെട്ടിയിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം എന്ന് പറയുന്നത് ഈ ശബരിമല തീർത്ഥാടനമാണല്ലോ. അതും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. ഒരു ദിവസം ഉണ്ടായ ഏറ്റവും വലിയ ആൾക്കൂട്ടം എന്ന് പറയുന്നത് 2 ലക്ഷത്തോളം ആളുകളാണ്. അതുകൊണ്ട് നമുക്കത് മാനേജ് ചെയ്യുന്നതിലുണ്ടാകുന്ന അപാകതകൾ നമ്മൾ കാണുന്നതാണ്. ഉണ്ടാകുന്ന ഇത്ര ചെറിയൊരു സംവിധാനമായിട്ട് പോലും അപ്പോൾ അവിടെയാണ് ഈ വിജയം. യോഗി ഇന്ന് രാവിലെ മുതൽ മുഴുവൻ സമയം വാർ റൂമിലിരിക്കുകയാണ്. അദ്ദേഹം നേരിട്ട് നിരീക്ഷിക്കുകയാണ്. ചെറിയ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ചെറിയ അപാകത പോലും, അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും അന്നേരം ശ്രദ്ധയിൽപ്പെടുത്തി ചെയ്യാൻ വേണ്ടി അദ്ദേഹം കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. വലിയ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് 40,000-ലധികം പോലീസ് സേനാംഗങ്ങൾ ഇതിൻ്റെ ഭാഗങ്ങളിലായിട്ട് ഈ കുംഭമേള നടക്കുന്ന വിവിധ പ്രദേശങ്ങളിലായിട്ട് വിന്യസിപ്പിച്ചിട്ടുണ്ട്. 40,000 പ്രത്യേകം. അതല്ലാതെയുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട്, സംഘടനകളുടെ സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട്, അർദ്ധസൈനിക വിഭാഗമുണ്ട്. ഇതെല്ലാം ഇങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ ഒരു ആഘോഷം, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ഇവന്റ്, ഏത് വിധത്തിൽ വിശേഷിപ്പിച്ചാലും ഇതിനെ നമുക്ക് ഓരോ കാഴ്ചപ്പാടുകൾ കൂടി കാണാമല്ലോ. ഭക്തനെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനുള്ള അവസരം. ഇതിന് തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെ വിജയകരമായി നടപ്പാക്കുന്നു എന്ന് കാണാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇവൻ്റ് മാനേജ്മെൻറ്റ് വിദഗ്ധന്മാർ പോലും ഇവിടെ ഈ പ്രയാഗ്രാജിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവരത് അതിനെപ്പറ്റി ഇതിനകം തന്നെ വിദേശത്തെ പല രാജ്യങ്ങളിലും അതിനെപ്പറ്റിയുള്ള വലിയ വർണ്ണനകളും അല്ലെങ്കിൽ വലിയ വിവരണങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ചിലർ പറയുന്നത് പോലെ ഇങ്ങനെ ഇതിൻ്റെ ദോഷങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ദോഷങ്ങളെന്ന് ഞാൻ പറയുന്നത് എന്താണ് നമുക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയുക, ഇതിനകത്തെ അപാകതകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിശ്വാസപരമായ കാര്യങ്ങളെ അപഹസിക്കുക, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ
അവരെന്താണ് അർത്ഥമാക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഓരോ രാജ്യത്തിൽ ഇവർക്ക് ഈ ഒരേ ഇതോടുകൂടി ഒരേ ഇപ്പം സൗദി അറേബ്യയിലൊക്കെ നടക്കുന്ന പിന്നെ ഹജ്ജ് കർമ്മമില്ലേ, ഹജ്ജ് കർമ്മത്തിൽ ഒക്കെ കാണുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ഒരേ വേഷവിധാനത്തോട് ഒരേ വിശ്വാസത്തോടുകൂടി ആളുകൾ ചെല്ലുന്നത്. ഇത് ഒരേ വിശ്വാസമല്ലല്ലോ, ഇവിടെ വൈവിധ്യങ്ങളല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. എത്രയോ പിന്നെ വിവിധങ്ങളായ ചിന്താപദ്ധതികൾ ഒരുമിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെ വന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ അപകടം എന്നാണ് ഞാൻ പറഞ്ഞത്. 1300 1400 പേരാണ് കഴിഞ്ഞ വർഷം ഈ ഹജ്ജ് കർമ്മത്തിൽ മരിച്ചത്. ഹജ്ജ് എന്ന് വെച്ചാൽ അത് ചൂടേറ്റാണ്, കൃത്യമായ നിർദ്ദേശം നൽകാതിരുന്നിട്ടും അതിങ്ങനെ ചെയ്തിട്ടാണ് മരിച്ചു പോയത്. അപ്പോൾ അതിനെപ്പറ്റി ഈ അത്രയും അല്ലാതിരുന്നിട്ടും ചെറിയ തോതിൽ എവിടെയോ അട്ടിമറി പോലെയുള്ള അത് കണ്ടെത്തും, തീർച്ചയായിട്ടും കണ്ടെത്തും. കാരണം യോഗിയെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടെത്തിയേ മതിയാവും. കാരണം ഇത്രയേറെ പഴുതടത്തുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടും അതിനിടയിൽ കുഴപ്പങ്ങളും ഇത്രയും ഒരു സ്റ്റാമ്പേഡ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ ബോധപൂർവമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ കഴിയത്തുള്ളൂ. അത് കണ്ടെത്താൻ ഉണ്ടായ അപാകതയ്ക്ക് അത് തീർച്ചയായിട്ടും അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ട് അതിന് ഉത്തരവാദികൾ ആരായാലും അത് കണ്ടെത്തിയിരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം അങ്ങനെയാണ്. അത് ഇവിടെയുള്ള പോലെ ശിക്ഷ പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ തല പോകും. അതെ, യോഗിയുടെ ശിക്ഷാ നടപടികൾക്ക് അങ്ങനെയും ഒരു പ്രത്യേകതയുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ ഈ ക്രമസമാധാന നിലയൊക്കെ അദ്ദേഹം നമുക്കറിയാമല്ലോ എങ്ങനെയാണ് മാനേജ് ചെയ്ത് വലിയ കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതെന്നും. ഇത്രയും വലിയ ഇത്രയും വിസ്താരമേറെ ഇത്രയും ഏറ്റവും ജനസംഖ്യയുള്ള ഏറ്റവും വിശാലമായ സംസ്ഥാനത്താണ് എന്നോർക്കണം. അതോർക്കാതെയാണ് കുറ്റകൃത്യങ്ങളുടെ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത ആളുകൾ പറയുന്നത്. നമ്മളതിനെ ഒരു കൃത്യമായ താരതമ്യ പഠനം പോലും നടത്താതെയാണ് അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ചെറിയ കുഴപ്പങ്ങൾ, ഞാൻ കുംഭമേളയുടെ കാര്യമല്ല പറയുന്നത്, അതിന് പുറത്തുണ്ടാകുന്ന ഒരു കാര്യത്തെ പോലും എത്രമാത്രം പർവ്വതീകരിക്കപ്പെട്ടാണ് നമ്മളിവിടെ പറയുന്നതെന്നും. നമ്മുടേതുപോലൊരു ചെറിയ സംസ്ഥാനത്ത് ഇത്രയും സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ലഘുവാക്കി കാണിക്കുന്നതെന്നും അതെത്ര വലുതാക്കി കാണിക്കുന്നതെന്നും അക്കാര്യത്തിൽ ചില മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കുമൊക്കെ നമ്മളിങ്ങനെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് ഇത് വളരെ കൃത്യമായിട്ട് ഉറപ്പിക്കാം. ഇതിനകത്ത് ഉണ്ടായ ചെറിയ അപാകതകൾ എന്തായാലും അത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കും, അവർക്ക് അർഹമായ ശിക്ഷയും ലഭിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും എനിക്ക് തോന്നുന്നു ഇപ്പോൾ 70 ലക്ഷം പേരാണെന്ന് പറയുന്നത്. അടുത്ത 2 സ്നാനഘട്ടങ്ങൾ കൂടി ഉണ്ട് ഈ കുംഭമേള. അപ്പോൾ ഈ ഒരുമിച്ച് എത്രയും ആളുകൾ ഉണ്ടാകുന്ന അത് 1 കോടിയൊക്കെ ആളുകളൊന്നും അല്ല, അതിലൊക്കെ കൂടുതൽ വരുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പോവുകയാണ് ഈ അടുത്ത ഇതിൻ്റെ സമാപനത്തിലും അതിന് മുമ്പ് നടക്കുന്ന ഈ സ്നാന സംവിധാനത്തിലുമൊക്കെ കോടികൾ ഒരുമിച്ചെത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അത്ര വിജിലൻ്റായിട്ട് ഇക്കാര്യം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അല്ലാതെ സാധിക്കുകയില്ലല്ലോ. കാരണം ഇനിയും നമ്മളതല്ലേ ആവശ്യം, അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് കൃത്യമായിട്ട് എങ്ങനെ ഭംഗിയായി ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ കൃത്യമായ നിരീക്ഷണം എന്നെനിക്ക് തോന്നുന്നു. അല്ല, നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ചെറിയ ന്യൂനതകളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ കുറ്റം പറയുമ്പോഴും ഈ ഓക്സ്ഫോർഡ് സർവകലാശാല, അതുപോലെ തന്നെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ലോകത്തെ പല അക്കാദമിക്കലായിട്ട് നിൽക്കുന്ന പല ഏജൻസികളും സർവകലാശാലകളും ഒക്കെ ഒരു വിദഗ്ധ സംഘത്തെ തന്നെയാണ് ഇതിന് പഠിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ അവർ എത്രത്തോളമാണ് അതിന് പ്രാധാന്യം കൊടുത്ത് കാണുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടത്. പക്ഷെ അത് ഇവിടുത്തെ ആളുകൾക്ക് അങ്ങ് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഉള്ളിലുള്ള വർഗീയ പ്രശ്നം തന്നെയാണ് ഇതിനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലൊക്കെ അപ്പുറത്തേക്ക് ലോകം അതിനെ കാണുന്നു എന്ന് വേണ്ട നമ്മൾ കരുതാൻ. തീർച്ചയായിട്ടും ലോകം, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. കാരണം ലോകം ഒരു വിസ്മയമായി മാറുകയാണ് എന്ന് പറഞ്ഞത്, വിസ്മയകരമായ ഒരു സംഭവമായി മാറുകയാണ്. ഇപ്പം നമ്മൾ ഇവിടെ പറയുന്നത് പോലെ തിരമാലകളിൽ പെടുന്നത് മാത്രമല്ല, ലോകത്ത് വിസ്മയങ്ങൾ ഒത്തിരിയുണ്ട്. ഈ താലിബാൻ വിസ്മയം പോലെ അല്ല, ഇത് യഥാർത്ഥ വിസ്മയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതാ പറയും, നമ്മളെന്തിനേയും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ട് കാണാം. ഈ പറഞ്ഞതുപോലെ ഈ ഒരു കാര്യത്തിൽ അങ്ങ് കൃത്യമായിട്ടാണ് പറഞ്ഞത്. കാരണം അത് ഒരു വിസ്മയമാണ്, ലോകത്ത് നമ്മൾ കാണുന്ന ഒരു വിസ്മയമാണ്. ഈ താലിബാൻ അധികാരത്തിലെത്തി കഴിഞ്ഞ ശേഷം ഇത്രയും മനുഷ്യൻ പുരോഗമിച്ചെന്ന് പറയുന്ന വേഷവിധാനത്തിൽ, ആചാരങ്ങൾ, പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതൊരു വിസ്മയമാണ്. ഇതൊരു വിസ്മയമാണ്. പിന്നെ നമ്മൾ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ തിരമാലകളിൽ പെടുന്ന അതും ഒരു വിസ്മയമാണ്. പക്ഷേ ഈ വിസ്മയങ്ങളെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. പിന്നെ വാർത്ത പറഞ്ഞതുപോലെ ഇത് പഠിക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ട് അക്കാഡമിക് സ്വഭാവത്തോടു കൂടി, അതാണ് നമ്മൾ പറഞ്ഞത്, അക്കാഡമിക് സ്വഭാവത്തോടു കൂടി ഈ ലോകത്തെ ഏറ്റവും വലിയ ക്രൗഡ് മാനേജ്മെൻറ്റ് സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ലല്ലോ, വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പിന്നെ 100 കണക്കിന് 1000 കണക്കിന് 10000 കണക്കിന് ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം ഈ 144 വർഷത്തിൽ ഒരിക്കൽ വെക്കുന്ന ഒരു ജീവിതത്തിൽ 2-3 ജീവിതങ്ങളുണ്ടായാലും ആ ജീവിതങ്ങൾക്കിടയിൽ പോലും ലഭിക്കാത്ത ഒരു അവസരമാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട്, നടക്കുന്ന കാര്യങ്ങളുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട്
അത് മനസ്സിലാക്കുകയും എങ്ങനെയാണ് ഇത് ചെയ്യുകയും അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതിന് സമർത്ഥമായൊരു നേതൃത്വമാണ് ഈ യോഗി ആദിത്യനാഥ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു ഒരു ഭരണാധികാരിക്കും കിട്ടാത്ത ഒരു അവസരം കൂടിയാണ്. അതെ, അതാണ് ആ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് 144 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഈ കുംഭമേളയുണ്ടല്ലോ, അവിടെ അത് നടക്കുമ്പോൾ യോഗി തന്നെയാണ് അവിടെ ഒരു സന്യാസി തന്നെയാണ് അവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് തീർച്ചയായിട്ടും എന്നുള്ളതും കൂടെ നമ്മൾ ഒരുപക്ഷെ എൻ്റെയോ അങ്ങയുടെയോ ജീവിതത്തിൽ ഇനി നമുക്കത് കൂടാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ അവിടെ അദ്ദേഹം സന്യാസിയായിരിക്കുന്നു എന്നുള്ളത് ഒരു നിയോഗം തന്നെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം ഉണ്ടായത് നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക ധാരയുടെ തുടർച്ച പൂർണ്ണമായി തീർന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ വേണം അതിനെ വിശേഷിപ്പിക്കാൻ, അല്ലേ? അതെ.